നമസ്കാരം. എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് ജോലി സംബന്ധമായ കർശന മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് കുവൈറ്റ്. മതിയായ രേഖകളും സർട്ടിഫിക്കറ്റുകളും സമർപ്പിച്ച ശേഷമാണ് ഓരോ പ്രവാസിയും യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നിശ്ചിത തസ്തികയിൽ തൊഴിലെടുക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുമ്പോൾ വ്യാജമെന്ന് കണ്ടെത്തിയാൽ ഇനി നിങ്ങളുടെ ശമ്പളം തിരിച്ചു പിടിക്കും. വ്യാജ ബിരുദത്തിലൂടെ കുവൈത്തിൽ പ്രവേശിച്ചവരുടെ ശമ്പളമാണ് ഇത്തരത്തിൽ തിരിച്ചു പിടിക്കുന്നതെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പ്രാദേശിക ദിനപത്രമായ അൽ ഖബസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇത് പ്രകാരം 10,000-കണക്കിന് സ്വദേശികളുടെയും വിദേശികളുടെയും സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കും. പ്രധാനമായും വിദേശ രാജ്യങ്ങളിലെ സർവകലാശാലകളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകളായിരിക്കും ഈ രീതിയിൽ സ്ക്രൂട്ടിനിക്ക് വിധേയമാക്കുക. ആദ്യഘട്ട പരിശോധനയിൽ ഏതെങ്കിലും രീതിയിലുള്ള പൊരുത്തക്കേടുകളോ സംശയാസ്പദമായ കാര്യങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ അവ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പരിശോധനയ്ക്ക് അയക്കും. അവിടെ നിന്നാണ് സർട്ടിഫിക്കറ്റുകൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുക. ഇതിനായി സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്ന യൂണിവേഴ്സിറ്റികളുമായും മറ്റ് സ്ഥാപനങ്ങളുമായും ബന്ധപ്പെടുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും. ഹൈസ്കൂൾ മുതൽ ഡിഗ്രി തലം വരെയുള്ള സർട്ടിഫിക്കറ്റുകൾ ഈ രീതിയിൽ പരിശോധിക്കുന്നതാണ്. സർട്ടിഫിക്കറ്റ് സൂക്ഷ്മ പരിശോധന നടത്തി വ്യാജമാണെന്ന് സ്ഥിരീകരിച്ചാൽ പ്രവാസികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. കൈപ്പറ്റിയ ശമ്പളത്തോടൊപ്പം കോടതി നിശ്ചയിച്ചിരിക്കുന്ന പിഴയും ഇവരിൽ നിന്ന് ഈടാക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി സർക്കാർ ജീവനക്കാരായ സ്വദേശികളുടെയും വിദേശികളുടെയും ബിരുദ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുന്ന നടപടി തുടങ്ങിയിട്ടുണ്ട്. നിലവിലുള്ളവരുടെയും പുതുതായി ജോലിയിൽ പ്രവേശിച്ചവരുടെയും രേഖകൾ ഇപ്രകാരം പരിശോധിക്കുമെന്നും അധികൃതർ അറിയിച്ചു. സംശയമുള്ളവരുടെ സർട്ടിഫിക്കറ്റുകൾ സൂക്ഷ്മ പരിശോധനയ്ക്കായി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കൈമാറും. വ്യാജമാണെന്ന് കണ്ടെത്തിയാൽ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറണം. ഈ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ജോലിയിൽ പ്രവേശിച്ച് ഇയാൾ വാങ്ങിയ മുഴുവൻ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഇതോടെ സർക്കാരിന് തിരികെ നൽകേണ്ടി വരുമെന്നും അധികൃതരെ ഉദ്ധരിച്ച് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. അടുത്തിടെ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ശമ്പള വർധനവ് നേടിയ ഒരു സ്വദേശി ജീവനക്കാരിയെ കോടതി 3 വർഷത്തെ തടവിന് ശിക്ഷിച്ചിരുന്നു. മന്ത്രാലയത്തിലെ പ്രമുഖ സ്ഥാനത്തിരുന്ന ഷെയ്ഖ് കുടുംബത്തിൽ പെട്ടവരായിരുന്നു ജീവനക്കാരി. വ്യാജ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ഇവർ നേടിയ 1.5 ലക്ഷം ദിനാർ തിരികെ നൽകാനും പിഴയായി 1.5 ലക്ഷം ദിനാർ കൂടി നൽകാനും കോടതി വിധിക്കുകയായിരുന്നു. എന്തായാലും വളരെ നിർണായകമായ ഒരു തീരുമാനത്തിലേക്കാണ് കുവൈറ്റ് കടന്നിരിക്കുന്നത്. എന്തായാലും പ്രവാസികൾ എല്ലാവരും ജാഗ്രതയോടുകൂടിയിരിക്കുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.